Hi friends, welcome to Ranji's Casual Talk, a talk related to cash. What is your MRP? നമ്മൾ വാങ്ങുന്ന എല്ലാ സാധനത്തിനും കൃത്യമായ ഒരു MRP ഉണ്ട്. അപ്പോൾ ആ വലിയ സാധനങ്ങളാണ്, വലിയ വിലയുള്ള സാധനങ്ങളാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഇൻഷുറും ചെയ്യും. വെഹിക്കിൾസ്, ലാപ്ടോപ്പ്, ഐഫോൺസ് അതൊക്കെ നമ്മൾ അതിൻ്റെ MRPയുടെ മുകളിൽ. വണ്ടി വാങ്ങുകയാണെങ്കിൽ വണ്ടിയുടെ ID വാല്യൂ, ഇൻഷുർ ഡിക്ലെയർ വാല്യൂയുടെ മുകളിൽ നമ്മൾ കൃത്യമായിട്ട് ഇൻഷുർ ചെയ്യും. അതുപോലെ തന്നെയല്ലേ നിങ്ങളുടെ വാല്യൂ അറിയേണ്ടത് നിങ്ങൾക്ക്. നിങ്ങളുടെ വാല്യൂവിനനുസരിച്ചിട്ടുള്ള കൃത്യമായ ഇൻഷുറൻസ് ഉണ്ടോ? ഞാൻ പൊതുവേ നമ്മുടെ പാരൻസിനോടോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോടോ എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ യങ്സ്റ്റേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇൻഷുറൻസ് ഉണ്ട്, ചെറിയ ഇൻഷുറൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കുറേ ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസിൻ്റെ നമ്പറോ അതൊന്നുമല്ല നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. എത്ര വാല്യൂ, നമ്മുടെ കൃത്യമായിട്ട് എത്ര രൂപയുടെ, എത്ര ഇൻകത്തിൻ്റെ, നിങ്ങളുടെ MRPക്ക് അനുസരിച്ചുള്ള ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഒറ്റ ഇൻഷുറൻസ് മതി, പ്രോപ്പറായി നിങ്ങളുടെ വാല്യൂവിനനുസരിച്ച് ഒരു ഇൻഷുറൻസ് മതി. പക്ഷെ അൺഫോർച്ചുനേറ്റ് സിനാരിയോ എന്താണ്, നമ്മൾ വില കൊടുത്ത് വാങ്ങുന്ന എല്ലാ സാധനവും കൃത്യമായിട്ട് MRPക്ക് അനുസരിച്ചിട്ട് ഇൻഷുർ ചെയ്യുന്ന സമയത്ത് ഈ വില കൊടുക്കുന്ന ആളുടെ MRP പോലും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ MRP അറിയാം. നിങ്ങളുടെ MRP അറിയണം. ഡെഫിനറ്റ്ലി വി ഗോട്ട് ദ റിപ്പോർട്ട്സ്, വി ഗോട്ട് ദ HLV റിപ്പോർട്ട്, ഹ്യൂമൻ ലൈഫ് വാല്യൂ റിപ്പോർട്ട്സ് ഉണ്ട്. അതിൽ നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്, ലാബിലിറ്റി, എവറിത്തിങ് വി കൗണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ വില മനസ്സിലാവും. അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇൻഷുറൻസ് എടുക്കാൻ. യു ആർ ജസ്റ്റ് കോൾ അവേ ഫ്രം യു. താങ്ക് യു.